ഹലോ, ഓഡിബിൾ അല്ലേ? യെസ്, ഓഡിബിൾ ആണ്. അപ്പോ അമ്ന പറഞ്ഞ ഇവിടെ മാത്സ് ഡിപ്പാർട്ട്മെന്റ് 2 PG കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് MSc മാത്സ് വിത്ത് CS-ഉം, ഒന്ന് സാധാ MA MSc മാത്സും. MA MSc മാത്സ് സെൽഫ് ഫിനാൻസ് കോഴ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ MSc മാത്സ് വിത്ത് CS ഒരു 4 സെം കോഴ്സ് തന്നെയാണ്. 45 സീറ്റ്സ് ആണ് ടോട്ടൽ വരുന്നത്. അതിന്റെ ഫീസ് എന്ന് പറയുന്നത് 10,275 ആണ്. അതുപോലെ തന്നെ MA MSc മാത്സ് സെൽഫ് ഫിനാൻസിന്റെ ഫീസ് സ്ട്രക്ചർ പറയുമ്പോൾ അതിന്റെ ഫീസ് വരുന്നത് 29,215 ആണ്. അപ്പൊ ഫീസ് സ്ട്രക്ചറിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇവർ തമ്മിലുമായിട്ട്. പിന്നെ മെയിൻ ആയിട്ട് ഡിഫറൻസ് വരുന്നത് MSc മാത്സ് വിത്ത് CS-ൽ നമുക്ക് മാത്സിന്റെ കൂടെ തന്നെ CS-ന്റെ പേപ്പറും കൂടി കയറി വരും. അപ്പം BSc കഴിഞ്ഞിട്ട് MSc മാത്സ് വേണോ അല്ലെങ്കിൽ MSc CS വേണോ എന്നൊരു കൺഫ്യൂഷൻ ഉള്ള കുട്ടിക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് MSc മാത്സ് വിത്ത് CS. അതായത് നമ്മൾ ഈ ഒരു MSc മാത്സ് വിത്ത് CS കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളൊരു മിനി MCA നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. MCA എന്ന് പറയാൻ പറ്റില്ല, ഒരു മിനി MCA അതിന്റെ ഒരു ബേസ് ലെവലിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ MSc മാത്സ് വിത്ത് സെൽഫ് ഫിനാൻസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ടോട്ടൽ 5 പേപ്പേഴ്സ് ആണ് വരുന്നത്. ആ 5 പേപ്പേഴ്സിൽ ഒരു പേപ്പർ പ്രോബ്ലം പേപ്പർ ആണ്, ബാക്കി 4 പേപ്പറും തിയറി പേപ്പർ ആണ്. അത് സെക്കൻഡും തേർഡ് സെമ്മും അതായത് സെക്കൻഡ് ഇയറിലേക്ക് കയറുമ്പോൾ അത് ടോട്ടൽ 6 പേപ്പറായി മാറും. അവിടെയും ഒരു പേപ്പറേ പ്രോബ്ലം പേപ്പർ ഉള്ളൂ, ബാക്കി 5 പേപ്പറും തിയറി പേപ്പർ ആണ്. ഇനി നമ്മൾ MSc മാത്സ് വിത്ത് CS-നെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് സെമ്മിൽ 4 മാത്സ് പേപ്പർ ആണ് ഉള്ളത്. അതിന്റെ കൂടെ 2 CS പേപ്പറും. ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിക്കുന്നത് C പ്രോഗ്രാമിംഗ്, പിന്നെ അതിന്റെ ലാബ്, അങ്ങനെയാണ് 2 CS പേപ്പർ വരുന്നത്. ദെൻ സെക്കൻഡ് സെമ്മിൽ അത് 3 മാത്സ് പേപ്പർ ആവും, 3 CS പേപ്പർ ആവും. അവിടെ ജാവ വരുന്നുണ്ട്, അതുപോലെ തന്നെ ജാവന്റെ ഒരു പാർട്ടായിട്ടുള്ള ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും ദെൻ അതിന്റെ ലാബും, അങ്ങനെ 3 CS പേപ്പർ. ദെൻ തേർഡ് സെമ്മിൽ 3 മാത്സ് പേപ്പറും 4 CS പേപ്പറും വരുന്നുണ്ട്. അവിടെ വെബ് ഡിസൈനിങ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ദെൻ അതിന്റെ ലാബ്, അങ്ങനെ 4 CS പേപ്പർ തേർഡ് സെമ്മിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർത്ത് സെമ്മിലും 4 CS പേപ്പർ ഉണ്ട്, 3 മാത്സ് പേപ്പർ ഉണ്ട്. അവിടെ മെയിൻ ആയിട്ട് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്, ദെൻ അതിന്റെ ലാബാണ് മെയിൻ ആയിട്ട് കയറി വരുന്നത്. അപ്പം ഇവിടെ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, MSc മാത്സ് വിത്ത് CS കഴിഞ്ഞിട്ട് റെഗുലർ ആയിട്ട് പോണ പോലെ തന്നെ BEd PhD പോലത്തെ ഓപ്ഷൻസ്ക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ഒബ്വിയസ്ലി നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോണതിന് ഒരു പ്രശ്നവുമില്ല. അപ്പം ഈ സെൽഫ് ഫിനാൻസിലായാലും അതുപോലെ തന്നെ CS-ലായാലും 2 ടീമിനും ഈ എന്താ പറയാ BEd PhD അങ്ങനെ ഓപ്ഷൻക്ക് പോവാം. ഈ CS-ന്റെ MSc മാത്സ് വിത്ത് CS ആർക്ക് അതിന്റെ വാല്യൂ കുറയാ, അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ദെൻ ഇപ്പൊ നാട്ടില് MSc മാത്സ് വെച്ച് നമ്മൾ ഇവിടുത്തെ MSc മാത്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നാട്ടില് പ്രോബ്ലം പേപ്പർ വരില്ല. ഇപ്പൊ കുസാറ്റിലായിക്കോട്ടെ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അവിടെ ഒന്നും പ്രോബ്ലം പേപ്പർ ഇല്ല, ഫുൾ തിയറി പേപ്പർ ആണ് കയറി വരുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ന്യൂമറിക്കൽ അനാലിസിസിലെ ഒരു ടോപ്പിക്കിലേക്കാണ് നമുക്ക് PhD പോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ MSc മാത്സ് അല്ലെങ്കിൽ MSc മാത്സ് വിത്ത് CS ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതല്ല റിയൽ അനാലിസിസ് അതുപോലെ തന്നെ തിയറി പേപ്പർ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ റിയൽ അനാലിസിസ് ഒക്കെ നമുക്ക് കയറി വരുന്നുണ്ട്. ദെൻ ബട്ട് ഒരു പ്രോബ്ലം പേപ്പർ കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ കിട്ടാൻ പ്രോബ്ലം പേപ്പർ ആണല്ലോ നമുക്ക് ഒന്നുകൂടി ഒരു ഇത് കിട്ടുക. അതിവിടെ 2 കോഴ്സിലായാലും MSc മാത്സിലും വരുന്നുണ്ട്, MSc മാത്സ് വിത്ത് CS-നും വരുന്നുണ്ട്. ദെൻ MSc മാത്സ് വിത്ത് CS അമ്മ പറഞ്ഞ പോലെ ഒരു റെഗുലർ കോഴ്സ് ആണ്. രാവിലെ 9:10 മുതൽ 2:50 വരെയാണ് ക്ലാസ് ഉണ്ടാവുക. പക്ഷെ സെൽഫ് ഫിനാൻസ് കോഴ്സ് ഒരു ഈവനിങ് ബാച്ച് ആണ്. അത് 4:20 മുതൽ 8:20 വരെയാണ് അതിന്റെ ടൈമിങ് വരുന്നത്. ദെൻ MSc സെൽഫ് ഫിനാൻസർക്ക് റമദാൻ മാസത്തിൽ ക്ലാസ് ഉണ്ടാവലില്ല, ഈവനിങ് ബാച്ച് ആയതുകൊണ്ട് തന്നെ. ഇനി എൻട്രൻസിനെ കുറിച്ച് പറയുമ്പോൾ അമ്ന പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് മാത്രം നോക്കിയാൽ കിട്ടുന്നതിനുള്ളൂ. പ്രീവിയസ് 5 കൊല്ലത്തത് എടുക്കുക. അപ്പൊ നമുക്ക് ആ 5 കൊല്ലത്തിലേക്കുള്ളത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ പേപ്പർ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ മുന്നത്തെ എൻട്രൻസിൽ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചു വന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നമുക്ക് ഉത്തരം ഓപ്ഷൻ നോക്കാതെ തന്നെ കിട്ടും. ഇങ്ങനെ മാത്രം പഠിച്ചു പോയാൽ മതി, പ്രീവിയസ് മാത്രം പഠിച്ചാൽ തന്നെ കിട്ടുന്നതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ MSc മാത്സ് ആയാലും MSc സെൽഫ് ഫിനാൻസ് ആയാലും കുറച്ചൊരു ഈസി പേപ്പർ ആയിനി. 40 ആണ് എനിക്ക് തോന്നുന്നത്, 40 ആണ് എന്താ പറയാ കട്ട് ഓഫ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം 100-ല്. പിന്നെ രണ്ടിന്റെ എക്സാം വരുന്നത് മെയ് 11-നാണ്, 10 മണി മുതൽ 11:30 വരെ
MSc മാത്സ് രണ്ട് കോഴ്സ് ആയാലും അതിന്റെ സെന്റർ ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് തന്നെ അതിന്റെ എക്സാം എഴുതണം. ഏകദേശം ഒക്കെ പറഞ്ഞെന്ന് വിചാരിക്കണേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ ഇൻഷാല്ലാ ക്ലിയർ ചെയ്ത് തരാം.